അത്തം 10-ന് പൊന്നോണം. ഇന്നു മുതൽ തിരുവോണം വരെയുള്ള ഓരോ ദിവസങ്ങളുടെയും പ്രത്യേകത വിവരിക്കുകയാണ് വേദ പണ്ഡിതൻ ആചാര്യ ഗോപാലകൃഷ്ണ വൈദിക്. അത്തം ദിനത്തിലെ പ്രത്യേകത, പൂക്കളത്തിലെ പൂവുകൾ ഏതെല്ലാം എന്നിവ ഇന്ന് കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് അത്തമാണ്. ഇന്നു മുതൽ തിരുവോണം വരെ നമ്മൾ തിരുവോണത്തെക്കുറിച്ച് വളരെ പൊതുവായ ചില കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കാം. ഇന്നലെയും അത്തമായിരുന്നു. അത്തം ഇത്തവണ 2 ദിവസം വരുന്നുണ്ട്. അപ്പോൾ 2 ദിവസം വന്നാൽ നമ്മൾ ചെയ്യുന്നത് സാധാരണഗതിയിൽ അത്തം 10 ഓണം എന്നാണല്ലോ പറയുക. അപ്പോൾ തിരുവോണം മുതൽ പുറയിലോട്ട് എണ്ണും. 10ാമത്തെ ദിവസം തിരുവോണം വരണം. ആ രീതിയിലാണ് നമ്മൾ അത്തത്തെ എടുക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് അത്തം മുതൽ അങ്ങ് തുടങ്ങുക, തിരുവോണം വരെ. അപ്പോൾ 10ാമത്തെ ദിവസം തിരുവോണമാകും. അപ്പോൾ തിരുവോണത്തെക്കുറിച്ച് നമ്മൾ അങ്ങനെ വലിയ കാര്യമായി പരിഗണിച്ചിട്ടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. എത്ര പറഞ്ഞാലും അവസാനിക്കാത്ത ഒരു ആഘോഷമാണ് തിരുവോണം. സംസ്കൃതത്തിൽ ഇതിനെ ശ്രാവണം എന്നാണ് ഈ നക്ഷത്രത്തിന് പറയുക, തിരുവോണം നക്ഷത്രത്തിന് പറയുക. അപ്പോൾ ഇത് അത്തം മുതൽ എന്തിനാണ് നമ്മൾ ആഘോഷിക്കുന്നത്? ഒരിക്കൽ തൃപ്പൂണിത്തുറയിൽ ഞാൻ നിൽക്കുമ്പോൾ, വളരെ വ്യക്തിപരമായ കാര്യമാണ് എന്നാലും വളരെ പ്രസക്തമാണ്. തൃപ്പൂണിത്തുറയിൽ നിൽക്കുന്ന സമയത്ത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, എൻ്റെ ഓർമ്മ 80കളിലാണ് എന്നാണ്, എന്തോ ഒരു ഫംഗ്ഷന് വേണ്ടി ഗുരു നിത്യചൈതന്യയതി അവിടെ എത്തിയതായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ കുറച്ച് മിനിറ്റുകൾ ആശയവിനിമയം നടത്തി. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, ഈ അത്തച്ചമയം, അതിൻ്റെ അടുത്ത ദിവസം അത്തച്ചമയമാണ്, ഈ അത്തച്ചമയത്തെക്കുറിച്ച് എന്താ അഭിപ്രായം? അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അത്തച്ചമയം ഒരു വിജയാഘോഷമാണ് എന്നാണ് ഞാൻ കരുതിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വിജയാഘോഷമാണ്, പക്ഷേ അതിലുപരിയായി ചില കാര്യങ്ങൾ അത്താഘോഷത്തിനുണ്ട്. അദ്ദേഹം പറഞ്ഞു, കുലശേഖര വർമ്മ, നിങ്ങൾക്കറിയാമല്ലോ, മുകുന്ദമാല എന്ന് പറയുന്ന പ്രഖ്യാതമായ സംസ്കൃത കാവ്യം എഴുതിയ രാജാവായിരുന്നു കുലശേഖര കവി. അപ്പോൾ കുലശേഖര കവി വാണിരുന്നത് എവിടെയാണെന്നും അദ്ദേഹത്തിൻ്റെ ഉപാസനാമൂർത്തി ആരാണെന്നും ഒക്കെ നിങ്ങൾക്ക് അറിയാമോ? ഞാൻ പറഞ്ഞു, അത് അറിയാം. കുലശേഖരൻ വാണിരുന്നത് തൃക്കാക്കര, ഇന്നത്തെ തൃക്കാക്കര എന്ന് നമ്മൾ പറയുന്ന സ്ഥലത്തെ ആസ്ഥാനമാക്കിയാണ് അദ്ദേഹം വാണിരുന്നത്. നമ്മുടെ കൊടുങ്ങല്ലൂരിനടുക്കൽ കുലശേഖരപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമുണ്ട്. അതിന് കുലശേഖര വർമ്മയുമായി അഗാധമായ ബന്ധമുണ്ട്. ആൾവാർമാരിൽ വൈഷ്ണവ ആൾവാർമാരെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ. ശൈവ നായനാർമാർ, വൈഷ്ണവ ആൾവാർമാർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഭക്തന്മാരും സിദ്ധന്മാരുമായ മഹാവ്യക്തികൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവരിൽ ഏറ്റവും പ്രമുഖനായിരുന്നു, കേരളത്തിൽ നിന്നുള്ള ആളായിരുന്നു കുലശേഖരൻ. ആ വൈഷ്ണവ ആൾവാർമാരിൽ, സിദ്ധന്മാരിൽ ഏറ്റവും പ്രമുഖനായ ആളായിരുന്നു കുലശേഖര ആൾവാർ. അദ്ദേഹമാണ് കുലശേഖരവർമ്മൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അദ്ദേഹം വാണിരുന്നത് തൃക്കാക്കര ആസ്ഥാനമാക്കിയാണ് എന്നാണ് സങ്കല്പം. ഗുരു പറഞ്ഞു, അതുകൊണ്ട് അത്തം മുതൽ 10 ദിവസത്തെ ഓണാഘോഷം തുടങ്ങുന്നത്, അത്തം മുതൽ തുടങ്ങാൻ കാരണം കുലശേഖര സ്മരണയാണ്. അപ്പോൾ കുലശേഖര സ്മരണ എങ്ങനെയാണ് ഈ 10 ദിവസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതെന്ന് നമുക്ക് നാളെ മനസ്സിലാക്കാം. അപ്പോൾ ഇന്ന് മുതലാണ് ഓണപ്പൂക്കളം, ഓണപ്പൂ ഇട്ട് തുടങ്ങുന്നത്. ഓണപ്പൂവിൻ്റെ ആദ്യത്തെ ദിവസം നമ്മൾ തൃക്കാക്കരയപ്പനെ പ്രതിഷ്ഠിക്കുന്നു. ഇന്ന് നമ്മൾ തൃക്കാക്കരയപ്പനെ പ്രതിഷ്ഠിച്ചതിന് ശേഷം തൃക്കാക്കരപ്പന് ചുറ്റിനുമായി 5 വലയങ്ങളിലായി പൂക്കളിടുന്നു. അതിൻ്റെയൊക്കെ കാര്യം നമുക്ക് നാളെ മനസ്സിലാക്കാം.